സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയും അത്ഭുതകരമായ ദൈവശക്തിയിൽ നയിക്കുവാനും ബലപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെ സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ഇടപെടുന്ന സമയം. സങ്കീർത്തനം 100, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 100, 100-ാം സങ്കീർത്തനം വിശ്വസിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഏറ്റുചൊല്ലിക്കോളൂ. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപനത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ദൈവമേ, ദൈവമേ, ഈ ശുശ്രൂഷ സമയം ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ഈ സമയം സംഭവിക്കപ്പെടട്ടെ, സംഭവിക്കപ്പെടട്ടെ. എൻ്റെ ശിരസിലുള്ള രോഗപീഠകളെ, എൻ്റെ ശരീരത്തിലുള്ള രോഗപീഠകളെ യേശുവേ, യേശുവേ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ മനസ്സിലെ സകല ഭാരവും സമർപ്പിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ ബന്ധങ്ങളെ യേശുവേ സമർപ്പിക്കുന്നു. വിശുദ്ധീകരിക്കണമേ. സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് എവിടെ നിന്നുകൊണ്ടാണെങ്കിലും നീ വിശ്വസിക്കുക, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. അസ്വസ്ഥതകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ്, അസ്വസ്ഥതകളെ നിർവീര്യമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ഭാരത്തെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ ആത്മാവ്, നിനക്ക് സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും സങ്കീർത്തനം 100-ന്റെ അഭിഷേകം ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും പ്രവർത്തിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും പ്രവർത്തിക്കപ്പെടട്ടെ. വചനം പഠിപ്പിക്കുന്നു, കർത്താവ് ദൈവമാണെന്നറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടകർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷ ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും ഒരു സ്തുതി ഗീതങ്ങളായി കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നാവ് തുറന്ന് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടുന്ന സമയം, ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായ ദൈവശക്തിയാൽ നയിക്കട്ടെ. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. സങ്കീർത്തനം 100 2-ാം വചനം പറയുന്നു, സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപനത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ.
സന്തോഷത്തോടെ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപനത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഒരു അത്ഭുതകരമായ കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 100 അതിന്റെ 4-ാം തിരുവചനം, കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതി ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ ഒന്ന് വിളിച്ച് 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 പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് വിളിച്ചേ, ഹൃദയം തുറന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചേ സന്തോഷത്തോടെ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമേ നന്ദി, ആരാധന, മഹത്വം. യെസ്, ശക്തിയോടെ പോരാ, നല്ല കൈയടി. പോലെ പരിശുദ്ധാത്മാവേ നിറഞ്ഞിടണമേ. ആമേൻ, ആമേൻ. പുതിയ അഭിഷേകം, യെസ്, അഭിഷേകം സംഭവിക്കട്ടെ. ഇന്നു നൽകിടണേ. ചേർന്ന് പാടി. പുതിയ അഭിഷേകം, ഞങ്ങൾക്കെന്നും നൽകിടണേ. കൈകൾ ഉയർത്തി പോലെ എല്ലാവരും പരിശുദ്ധാത്മാവേ ആമേൻ. നിറഞ്ഞിടണമേ. യെസ്, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ചേർന്ന് പാടി. പരിശുദ്ധാത്മാവേ അഗ്നി അഭിഷേകം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ചാടിത്തൊള്ളേ. ഓരോ വ്യക്തിയും ശക്തിയോടെ കരങ്ങൾ അടിച്ചു പാടി പാടി. ഓ ഹോളി സ്പിരിറ്റ്, ആമേൻ. ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ ദൈവമക്കളിലേക്ക് ഒഴുകണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയേ എന്ന് വിളിച്ച് ആരാധന, 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 ആരാധന. ഓ ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവെടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടുന്ന സമയം, തടസ്സങ്ങൾ കർത്താവെടുത്ത് മാറ്റുന്ന സമയം, നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഇടത്തൊരു അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. രോഗപീഠകൾ നിർവീര്യമാക്കുന്ന അത്ഭുത ശക്തി, മനസ്സിന്റെ ഭാരത്തെ എടുത്തു മാറ്റുന്ന അത്ഭുത ശക്തി, നിന്റെ ജീവിതത്തിലെ ചിന്തകളിൽ വെളിച്ചം നൽകുന്ന ഈ പരിശുദ്ധാത്മ ശക്തി, നിന്റെ ദുശീലങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആലോചിച്ചാലോചിച്ച് ജീവിതത്തെ ഭാരപ്പെടുന്ന ദൈവശക്തി, ഇത് നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ, അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ ദൈവശക്തി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വചനം ഇത് ഇന്ന ആൾക്കുള്ളതാണല്ലോ, ഇന്ന വ്യക്തിക്കും ഇന്ന കുടുംബത്തിനും വേണ്ടി, അങ്ങനെയല്ല. മറിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവേ, ഇത് എനിക്കുള്ളതാണ്. ഹല്ലേലൂയ.
ഓരോരുത്തരും വിശ്വസിക്കണം കേട്ടല്ലോ. എത്ര പ്രായം കുറഞ്ഞ വ്യക്തികളാണെങ്കിലും, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ജീവിത അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും വിശ്വസിക്കണം, കർത്താവേ ഇതെനിക്ക് വേണ്ടിയുള്ള വചനമാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 100, സങ്കീർത്തനം 100, 100-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം തിരുവചനം ഇപ്രകാരമാണ്: കർത്താവ് ദൈവമാണെന്നറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവാണേ. നമ്മൾ വിശ്വസിച്ച് ഇത് ഏറ്റെടുക്കാൻ പോവാം. വലതുകരം സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച പോരാ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഓൺലൈനൊക്കെ ഉള്ളവരെ എവിടെ ഇരിക്കുന്നാണെങ്കിലും അവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പോട്ടാശ്രമത്തിലെ അംഗങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചോണേ. വലതുകരം ഉയർത്തി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ: കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കൃത്യമായിട്ട് പറയുകയാണ്, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും ഉച്ചത്തിൽ ഏറ്റുപറയുന്നു: ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പഠിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില ആത്മീയ മേഖലകളിൽ ചില തുറവികൾ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഞാൻ 1-2 സംഭവങ്ങൾ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ഒന്ന് വ്യക്തമാക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി CA പഠിക്കുന്നു, ചാർട്ടേഡ് അക്കൗണ്ട് ആകാൻ വേണ്ടി പഠിക്കുന്നു. CA എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ്. പക്ഷേ ഈ പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഇവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കോഴ്സ് തിരഞ്ഞെടുത്തു. അങ്ങനെ പഠനം മുന്നോട്ട് നീങ്ങി. എന്നാൽ ഇപ്പോൾ പഠനം വല്ലാണ്ടൊരു ഭാരപ്പെട്ടൊരവസ്ഥയിൽ ഈ പെൺകുട്ടിക്ക് പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, വിജയിക്കാൻ പറ്റുമോ എന്നിങ്ങനെ വലിയ ഭാരപ്പെട്ട്. അപ്പോൾ ഈ പെൺകുട്ടിയെ കാണുമ്പോഴൊക്കെ വീട്ടുകാർ ചോദിക്കുന്നു, നിന്നെ കൊണ്ടിത് പറ്റുമോ? കുറേ നാളായില്ലേ ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരിക്കും, നിന്നെ കൊണ്ടിത് പറ്റുമോ? അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം നീ തോറ്റുപോയല്ലോ, ഇനി നീ എഴുതി ജയിക്കുമോ? പള്ളിയിൽ ചെല്ലുമ്പോഴത്തേക്ക് നാട്ടുകാർ ചോദിക്കുന്നു, എന്തായി, പാസ്സാകുമോ, രക്ഷപ്പെടുവോ, അതോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ? കുറേ നാളായല്ലോ ഇങ്ങനെ ഈ പഠിച്ചുകൊണ്ട് നടക്കുന്നു, ജോലി വല്ലതും ആകാറായോ? എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത, ഞാൻ മാത്രം ഇങ്ങനെയായിപ്പോയി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ അത്രയും കഴിവില്ലാതിരുന്ന, പഠിക്കാൻ ബുദ്ധിയില്ലായിരുന്ന പലരും പഠിച്ച് പല നിലങ്ങളിലെത്തി. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇത് നമ്മളെന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കണം. അതായത് ഈ പെൺകുട്ടി പറയുന്നത്, അച്ഛാ എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ, അച്ഛാ ഐ ആം വെരി ബാഡ്. ഈ പെൺകുട്ടിയെ പറയുക, ഞാൻ വളരെ മോശപ്പെട്ടൊരു വ്യക്തിയാണ്, ഐ ആം വെരി ബാഡ്. സെന്റൻസുകൾ ശ്രദ്ധിക്കണം. എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ, ഐ ആം വെരി ബാഡ്. ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ ജീവിതം ഇനി ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ ജീവിതം നശിച്ചു, ഞാൻ എൻ്റെ കുടുംബത്തിനൊരു ഭാരമാണ്, എൻ്റെ മേൽ ഇനി നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രതീക്ഷയൊന്നും വേണ്ട, എൻ്റെ ജീവിതം നശിച്ചു. ഈ പെൺകുട്ടി ഈ പറഞ്ഞ സെന്റൻസുകൾ ആവർത്തിച്ച് തലയ്ക്കകത്തിരുന്ന് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഫോൺ ചെയ്തപ്പോൾ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, അച്ചോ എൻ്റെ ജീവിതം മോശമായി, ഐ ആം വെരി ബാഡ്, എൻ്റെ ജീവിതം നശിച്ചു, മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാണ്, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ ജീവിതം തെറ്റിപ്പോയി. ഞാനിത് പറയുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്രകാരം അനേക സംഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടൊക്കെ ചേർന്ന് പല മാതാപിതാക്കളും അനുഭവിക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് CA പഠിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞ് മാറ്റി നിർത്താനല്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരോ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഇപ്രകാരം തലയ്ക്കകത്ത് ടോട്ടൽ നെഗറ്റീവ് ചിന്തകളുമായി ജീവിക്കുന്ന അനേകരുണ്ട്. ഭാരപ്പെട്ട് വിഷമിച്ച് എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ, അയ്യോ അച്ഛാ ഈ തീരുമാനം തെറ്റിപ്പോയോ, ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഭാരം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റുമെന്നറിയാവോ?
ആ വ്യക്തി മൊത്തത്തിൽ ഡൗൺ ആകാൻ തുടങ്ങും. പിന്നെ ഇയാൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തലയ്ക്കകത്ത് കയറത്തില്ല, ഒരു കാര്യത്തോട് സന്തോഷമില്ല, എല്ലാവരോടും ദേഷ്യപ്പെടാൻ തുടങ്ങും, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായിപ്പോയി എന്ന് പറയാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ചിലര് പറയും ഇത് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമല്ലേ? അല്ല, അല്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ട് അനുഭവിച്ച വളരെ ദുഃഖകരമായ കാര്യം, ഒരു കുടുംബനാഥൻ ജീവിതത്തിൽ അനുഗ്രഹത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു കുടുംബനാഥൻ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ആ ദേശത്തിനും കുടുംബത്തിനും ഞടുക്കുന്നൊരു വാർത്ത. ഇടവകയിലൊക്കെ ആക്റ്റീവായിരുന്നൊരു വ്യക്തി ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ വല്ലാത്ത ഞെടുക്കം എല്ലാവരുടെ ഉള്ളിൽ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ടൊന്ന് പഠിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഞാനൊന്ന് സംസാരിച്ചു വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇത്രയും പ്രായമുള്ള, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പൈശാചിക ചിന്ത പ്രവേശിച്ചിരിക്കുകയാണ്. എന്നെ ആർക്കും ഇഷ്ടമില്ല, എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ല, എന്നെ എല്ലാവരും അവഗണിക്കുന്നു. പിടികിട്ടിയോ? ഇതാര് കൊടുത്ത ചിന്തയാ? പരിശുദ്ധാത്മാവോ? അശുദ്ധാത്മാവ്, പിശാച് തലയ്ക്കകത്ത് കൊടുത്ത ചിന്തയാണ്. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് 10, 20, 30 വയസ്സുള്ളതല്ലെന്ന്, 60 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യന്റെ പ്രവൃത്തിയെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ തിരിച്ചറിയാനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നശിച്ചപ്പോൾ ഇതാ അതിനോട് ബന്ധപ്പെട്ട് ഒരു കുടുംബം കണ്ണുനീരിൽ കഴിയുമ്പോൾ, പിശാച് മാറിയിരുന്ന് ചിരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും തലയ്ക്കകത്ത് കൃത്യമായിട്ട് തിരിച്ചറിയണം. തലയ്ക്കകത്തേക്ക് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ചിന്തകൾ വെച്ച് പുറപ്പിച്ചേക്കരുത്. അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് കയറിയ ചിന്ത എന്താണെന്നറിയോ? എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ല, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ പരിഗണിക്കുന്നില്ല. നാട്ടിലൊക്കെ വിലയുണ്ടായിരുന്ന ഒരാളാണ്. ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ഭാരമുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്, ഇത്രയും നാൾ എനിക്കൊരു പേരുണ്ടായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എനിക്ക് കുടുംബത്തിൽ അംഗീകാരം ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട, എനിക്കൊരു വിലയുമില്ല, എനിക്കൊരു വിലയുമില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ഈ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തലയ്ക്കകത്തേക്ക് ഇങ്ങനെ ഒരു ചിന്ത കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇയാൾക്ക് മനസ്സിലായി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാനൊരു പരാജയമാണ്. സാത്താൻ അവിടെ മാറി ഇരുന്ന് ചിരിക്കുകയാണ്. ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, നിന്റെ വില എന്താണ്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, നിന്റെ വില എന്താണ്? എന്താണ് വില? പറഞ്ഞേ, എന്താണ് നിന്റെ വില? എൻ്റെ വില എന്താണ്? ഇപ്പൊ ചിലർ ചിന്തിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ വില? കിഡ്നി കൊടുത്താൽ ഇത്രയും കിട്ടും, കണ്ണ് വേണേ കൊടുക്കാം, ഹാർട്ട് വേണേ കൊടുക്കാം, വേറെ ഒന്നുമൊക്കെ പോയിരിക്കുക, കരള് മദ്യപിച്ച് പോയി പോട്ടെ, പിന്നെ ഇന്ന ഉള്ളേ അല്ലേ? ചിലരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഈ വില എന്ന് പറയുന്നത് നീ നിന്നെക്കുറിച്ചിട്ടിരിക്കുന്നൊരു വില. നാട്ടിലുള്ള സാധനങ്ങളുടെ വില നിനക്കറിയാം അല്ലേ? ഉപ്പിൻ്റെയും മുളകിൻ്റെയും തക്കാളിയുടെയും അരിയുടെയും വില നിനക്കറിയാം, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിനക്കറിയാം. എന്നാൽ ഒരു ദൈവമകനും ദൈവമകൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് നെഗറ്റീവായിട്ട് ചിന്തിക്കാനല്ല, മറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്കകത്തോട്ട് ചിലർ, ഓ ഇത് മൊത്തം നെഗറ്റീവാണല്ലോ, നെഗറ്റീവാണല്ലോ. നെഗറ്റീവല്ല, കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം, നമുക്ക് ദൈവം ഒരു വില തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4ഉം 5ഉം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 4 and 5. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം. ഈ വചനം കാണാതെ പഠിക്കണേ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4ഉം 5ഉം വചനം വായിക്കാം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകും. അടുത്ത വചനം കൂടെ കേട്ടോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്കുനിന്ന് കണ്ടോ കണ്ടോ ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നീ വിലപ്പെട്ടവനാണ്,
അമൂല്യനാണ്, ബഹുമാന്യനാണ്. ആമേൻ. ആമേൻ. വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ട് ഒച്ചത്തിൽ പറഞ്ഞേ, ഞാൻ വിലയുള്ളവനാണ്, ഞാൻ വിലയുള്ളവനാണ്, ഞാൻ അമൂല്യനാണ്, ഞാൻ അമൂല്യനാണ്, ഞാൻ വിലയുള്ളവനാണ്, ഞാൻ വിലയുള്ളവനാണ്, ഞാൻ അമൂല്യനാണ്, ഞാൻ അമൂല്യനാണ്, ഞാൻ ബഹുമാന്യനാണ്. ഞാൻ ബഹുമാന്യനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ദൈവസന്നിധിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിശുദ്ധ ആരാധന സമയത്ത് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു, നമ്മുടെ വില ഇതാ ദൈവമാണ് നിശ്ചയിക്കുന്നത്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ഈ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത്, പ്രത്യേകിച്ച് ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ബലപ്പെടണം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതം എന്താണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്താണ് ഞാൻ എനിക്ക് തന്നെ ഇട്ടിരിക്കുന്ന വില? ദൈവമേ, അങ്ങ് നൽകുന്ന വാഗ്ദാനങ്ങളിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഞങ്ങളിതാ ഏറ്റെടുക്കുന്നു. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4-ാം തിരുവചനം, നീ വിലപ്പെട്ടവനാണ്, നീ അമൂല്യനാണ്, നീ ബഹുമാന്യനാണ്. ഓരോ വ്യക്തിയും ഈ വലിയ വാഗ്ദാനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ.